നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. ഗുണദോഷങ്ങളെല്ലാം പറയാനുള്ളൊരു വേദി കൂടിയാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ ഈ റാപ്പിഡ് ഫയറിലൊക്കെ വരുന്ന പല വാഹനങ്ങളും വിദേശ നിർമ്മിത വാഹനങ്ങളാണ്. പിന്നെ ഇനി വാഹനം ഇന്ത്യൻ ബ്രാൻഡ് ആയാലും അതിലെ പാർട്സ് എല്ലാം പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും. എന്നാൽ ആദ്യമായി പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത കാർ പുറത്തിറക്കിയൊരു കമ്പനിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ടാറ്റയാണ്. ടാറ്റ 1998 പുറത്തിറക്കിയ ഇൻഡിക്കയാണ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത്. അതിൽ എഞ്ചിൻ മുതൽ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തന്നെ മുതൽക്കൂട്ടായിട്ട് നമ്മുടെ വിശ്വസ്ത ബ്രാൻഡായ ടാറ്റയ്ക്കൊപ്പം നിങ്ങളുടെ പണം വളർത്താൻ ഇപ്പോൾ ഒരു അവസരം കൈവന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ AIA ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത്. അവരുടെ മൾട്ടി ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടിയുടെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് വരുമ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും, മാർക്കറ്റ് വീക്കാകുമ്പോൾ റിസ്ക് കുറയ്ക്കാനായിട്ട് ലാർജ് ക്യാപ്പിലും ഡെപ്റ്റിലും ആണ് നിക്ഷേപിക്കുന്നത്. അതുകൂടാതെ നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ടാറ്റ AIA ലൈഫ് തന്നെ 2022 പുറത്തിറക്കിയ എമേർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരേക്കും 26.2% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് 29%, 23.3% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ടാറ്റ AIA ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺസ് അത് ഇവിടെ പറയുന്നുണ്ട്. മറക്കണ്ട, നമ്മുടെ NFOയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ 31 വരെയാണ്. അതായത് ഇനി 4 ദിവസം കൂടി. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യം ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫെയറിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയരമുള്ള ആളാണ് ഇന്ന് നമ്മളപ്പോൾ ഉള്ളത്. നമസ്കാരം. പേര്? സാരംഗ്. എന്ത് ചെയ്യുന്ന സാരംഗ്? ഞാൻ ബിടെക്. എവിടെയാ? രാജഗിരി. എത്ര ഉണ്ട് ഹൈറ്റ്? ഒരു 6-7 അടുത്ത്, നിയർലി 6. അതെ. ഈ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടോ? ബുദ്ധിമുട്ട് ഇല്ല, അതിന്റെ ഗുണങ്ങളാണ് കൂടുതൽ. ആണോ? ഉണ്ടായിട്ടുണ്ട്. ബസ് കയറുമ്പോൾ ഒരു തലതട്ടും അങ്ങനെ. ബസ് കയറുമ്പോൾ തല തട്ടും അല്ലേ? അതെ അതെ. പക്ഷെ അതൊന്നും വെച്ച് നോക്കുമ്പോൾ അതിന്റെ പ്രോസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ആ കോൺസ് നമുക്ക് കളയാവുന്നേ ഉള്ളൂ. ആണല്ലേ? അതെ. ഈ എനിക്ക് തോന്നുന്നു രാജഗിരിയിലായത് ഏറ്റവും ഹൈറ്റ് ഉള്ള ആളാണോ സ്റ്റുഡൻസിൽ? ഞാൻ എല്ലാവരെയും അവിടെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആയിരിക്കാം, ആവാതിരിക്കാം, കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ടല്ല ഇരട്ടപ്പേര് വീണിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല, സമ്മതിച്ചിട്ടില്ല. ഇല്ല ഇല്ല. അപ്പൊ എന്തായാലും സാരംഗ് ഉപയോഗിക്കുന്നത് ഒരു ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഏത് വേരിയന്റ്? ഇത് ബേസ് വേരിയന്റ്. പെട്രോൾ ആണോ? അതെ, പെട്രോൾ. മാനുവലോ? മാനുവലോ. അപ്പം ഈ പറഞ്ഞ ഇത്രയും ഹൈറ്റ് ഉള്ള ആളെ സംബന്ധിച്ച് ഈ ക്രെറ്റ എന്ന് പറയുന്നത് ഓക്കെ ആണോ? അതെ, ഞാൻ എൻ്റെ ലൈസൻസ് കിട്ടിയ സമയത്ത് നമുക്ക് സെഡാൻ ആയിരുന്നു. അതിൽ എൻ്റെ കാലും ലെഗ് സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കൊരു SUV ടൈപ്പ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെല്ലാം നോക്കിയപ്പോൾ ക്രെറ്റയിലെത്തി ഫൈനലൈസ് ആയിട്ട്. എൻ്റെ ഇപ്പോൾ ക്യാബിൻ സ്പേസ് ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് പേഴ്സൺ എന്തായാലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പം സാരംഗ് അപ്പം പിന്നിലേക്ക് നല്ലപോലെ ഇത് മാറ്റിയിടേണ്ടി വരുമല്ലോ. അത് ഞാൻ എന്റെ കംഫർട്ടിന് വേണ്ടി ബാക്കിലേക്ക് ആക്കുന്നു. അങ്ങനെ പുറകെ ഇരിക്കുന്നവർക്ക് ഇരിക്കാനും സ്ഥലം ഉണ്ടാവും. എന്നാലും അതെ, എന്തായാലും എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും ബാക്കിലേക്ക് ആക്കിയാലും. അല്ല, ബാക്കി ഇരിക്കുന്നവർക്കും അപ്പം അല്ലല്ല, ഒരു കുഴപ്പമില്ല. ഇൻ കേസ് ഇപ്പോൾ സീറ്റ് ഫുള്ള് ബാക്കിലേക്ക് ആക്കിയിട്ടാണെങ്കിൽ പോലും ഈവൻ എനിക്കും ഇരിക്കാൻ പറ്റുമല്ലോ. ആണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ പല വണ്ടികൾ നോക്കിയിട്ടാണോ ഇതിലേക്ക് എത്തിയത്, ഇരിക്കാനുള്ള ഒരു ഈ ഒരു സെഗ്മെന്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെയും വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ലാസ്റ്റ് എത്തിയത് ക്രെറ്റയിലേക്ക്. ഈ ഹ്യുണ്ടായെ പറ്റി പറയുമ്പോൾ പൊതുവെ പറയുന്നത് പെട്രോളിന് മൈലേജ് അല്പം കുറവാണെന്നാണ്. എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഈ വണ്ടി പേഴ്സണലി എന്താണ് മൈലേജ് അത്യാവശ്യമുണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും കുറെ. എനിക്കൊരു ലോങ് പോകണമെങ്കിൽ ഒരു 14-15 അടുത്തൊക്കെ കിട്ടും. സിറ്റി ഡ്രൈവ് പിന്നെ കണക്കാ അധികം. അതിന് എല്ലാ വണ്ടികളും അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് മാനുവൽ എടുത്തത്? കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് മാനുവൽ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, മറ്റേ ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ ഒരു, പിന്നെ ഫസ്റ്റ് ലൈസൻസ് കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ ആ മാനുവൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോമാറ്റിക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മാനുവലാണ് പേഴ്സണലി ഇഷ്ടം. എത്ര ആളെ ഇപ്പൊ എടുത്തിട്ട്? ഒരു 1.5 years ആയി. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ്? എങ്ങനെയുണ്ട്?
അത് എന്താണ് ആവറേജ് ആയിട്ടേ ഉള്ളൂ, നമുക്ക് വളരെ കൂടുതലല്ല. ഈ ഒരു വണ്ടിക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അതെ. അപ്പം എന്താണ് ഇതിൻ്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കറ്റ ഈ ഒരു വേരിയന്റിൽ? ഈ ഒരു വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അത്യാവശ്യം ഒരു ബേസ് വേരിയന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബേസ് വേരിയന്റിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ആംബ്രസ്റ്റ് ആണെങ്കിൽ ആംബ്രസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഈ വണ്ടിയിൽ കംഫർട്ട് ആണെന്നുള്ളത്, ആ ഒരു സ്പേസ് ആണ് ഏറ്റവും വലിയ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ദീർഘദൂരമൊക്കെ പോയിട്ടുണ്ടോ? ലോങ് ഡ്രൈവ് ഉണ്ട്. നമുക്ക് പാലക്കാടാണ്, കാലിക്കറ്റാണ്, ഒരു 4 hours എന്തായാലും കണ്ടിന്യൂസ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ വണ്ടിക്ക് ഭയങ്കര സ്റ്റേബിളാണ്. നമുക്കിപ്പോൾ സ്പീഡ് പോവാണെങ്കിൽ പോലും വണ്ടിക്ക് ഷ്യൂറിംഗ് ഇല്ല, കിട്ടൂല. അപ്പൊ ഇപ്പൊ ഏറ്റവും പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ ഒരു കാലമാണല്ലോ. ഒരു വർഷം മുമ്പും വളരെ ശക്തമായിട്ട് ഇലക്ട്രിക് കാറുകൾ ഉള്ള ഒരു കാലമാണ്. ഹ്യുണ്ടായിക്ക് തന്നെ ഉണ്ട് ഇലക്ട്രിക് കാർ. അപ്പൊ നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഇലക്ട്രിക് ഓടിച്ചു? ഇലക്ട്രിക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇലക്ട്രിക്കിനോട് വലിയ താല്പര്യമില്ല. കാരണം അന്നത്തെ ഒരു ടൈമിൽ നമുക്ക് എല്ലായിടത്തും മറ്റേ EV സ്റ്റേഷൻസ് കാണാറില്ല. നമ്മളിപ്പോൾ പാലക്കാട് പോവുകയാണെങ്കിൽ അത് അപൂർവമാണ്. പെട്രോൾ പമ്പ് വെച്ച് നോക്കുമ്പോൾ EV സ്റ്റേഷൻസ് കുറവാണ്. പിന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കാരണമാണ് പെട്രോൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇത്രയും കാലം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടോ? കുറവായിട്ട് എനിക്ക് ഇല്ല, അങ്ങനെ ഡ്രോബാക്ക് ആയിട്ടൊന്നും എനിക്കൊന്നും പറയാൻ തോന്നിയിട്ടില്ല. മൈലേജിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഓടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം വണ്ടി പെർഫെക്റ്റ്. അതെ. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടതിൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഏതാ? കൊള്ളാമല്ലോ തോന്നിയത്? കൊള്ളാമല്ലോ തോന്നിയ വണ്ടി ഇല്ല, എനിക്ക് ക്രെറ്റയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പറയാൻ ഇഷ്ടം പോലെ വണ്ടിയാണ്, പക്ഷെ ഓവറോൾ ക്രെറ്റയാണ്. പിന്നെ ഫസ്റ്റ് വെഹിക്കിളും ക്രെറ്റയാണ് എനിക്ക്. അപ്പൊ ഇതിന് മുമ്പ് വീട്ടിലുണ്ടായിരുന്ന ഏത് വണ്ടിയാ? എൻ്റെ ഹോണ്ട അമേസാണ്. എന്താണ് അമേസിനെ പറ്റിയുള്ള അഭിപ്രായം? അമേസിനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു ലെഗ് സ്പേസിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. വേറെ വണ്ടിക്ക് വലിയ കുഴപ്പം. എനിക്ക് പൊതുവെ ഈ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ലെഗ് സ്പേസ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കുക. പിന്നെ അതിന്റെ പെർഫോമൻസ്. എനിക്ക് ഞാൻ അമേസിനെ ഓടിച്ചു നോക്കില്ല, അപ്പൊ അതിന്റെ പെർഫോമൻസ് എനിക്ക് പറയാൻ പറ്റില്ല. ലെഗ് സ്പേസിന്റെ കാര്യം എനിക്ക് ഇച്ചിരി കുറവായിരുന്നു. അത് വിറ്റിട്ടാണോ ഇത് വാങ്ങിച്ചത്? അതെ. അത് വിറ്റപ്പോൾ നല്ല റീസെയിൽ വാല്യൂ കിട്ടിയോ? അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, ഞാൻ ആ ടൈമില് അച്ഛനായിരുന്നു ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ മൈലേജോ സാധാരണ എങ്ങനെയായിരുന്നു? അതിന്റെ മൈലേജ് പൊതുവെ ഞാൻ അച്ഛൻ പറഞ്ഞു കേട്ടത് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടോ. അച്ഛനും അത്ര ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല മൈലേജ് ആണെങ്കിൽ പോലും. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ഫാർമസ്യൂട്ടിക്കൽ മാനേജറാണ്. അപ്പൊ ഇനി എന്താണ് ഇത് വളരെ കാലം ഓടിക്കാൻ തന്നെയാണോ തീരുമാനം? അതെ, ഇപ്പൊ ഒരു 1.5 years ആയില്ല. അപ്പോ എന്റെ ഒരു പ്ലാൻ കഴിയുന്നതും ഈ വണ്ടി വെച്ച് പോവുക. വേറെ വണ്ടി മേടിക്കുകയാണെങ്കിൽ പോലും വെക്കുക, കയ്യിൽ വെക്കുക. ഭാവിയിൽ ഒരു വിന്റേജ് വെഹിക്കിൾ ആയിക്കഴിഞ്ഞാൽ അതെ അതെ. അച്ഛന്റെ കാലത്ത് അച്ഛൻ അങ്ങനത്തെ ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനായിട്ട് അങ്ങ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്കല്ലെങ്കിൽ കുട്ടികൾക്ക് ആവാലോ. ബൈക്ക് ഓടിക്കാറുണ്ടോ? ബൈക്കാ ഏതാണുള്ളത്? എന്റെ വീട്ടില് അച്ഛന്റെ ഗ്ലാമർ. എന്താണ് അതിനെ പറ്റി അഭിപ്രായം? നല്ല വെഹിക്കിളാണ്, മൈലേജ് ഡിപ്പെൻഡഡ് ആണ്. നമുക്ക് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യാൻ വണ്ടീനെ. അത് നമ്മളെ എവിടെയും ഇട്ടേച്ച് പോകില്ല ഒരിക്കലും. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വണ്ടി ഇച്ചിരി ചെറുതാണ് മാത്രമേ ഉള്ളൂ. ബട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ബൈക്ക് മതിയെന്ന് വീട്ടിൽ പറഞ്ഞില്ലേ? സ്വാഭാവികമായിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ അപ്പൊ തന്നെ ഇല്ലാന്നും പറഞ്ഞു. അപ്പൊ പിന്നെ കാറിലേക്ക് എത്തി. ഈ ബൈക്കുകൾ ഓടിച്ചു നോക്കിയാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ ഓടിച്ചാണല്ലോ, ഏതാണ്? ഹിമാലയൻ 450 നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ബുള്ളറ്റും കുഴപ്പമില്ല, സ്റ്റാൻഡേർഡും ആണല്ലേ? അതെ. അത്ര ഹൈറ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചാട്ടോ. അഡ്വഞ്ചർ ബൈക്സ് എല്ലാം അത്യാവശ്യം നല്ല. ഈ പറഞ്ഞ ഗ്ലാമർ പോലുള്ള ചെറിയ ബൈക്കുകളാണ് പറ്റാതെ വരുന്നത് അല്ലേ? പറ്റായല്ല, ഓടിക്കാൻ പറ്റും, പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ട്. ഏറ്റവും ബാക്കിലേക്കൊക്കെ നീങ്ങി ഇരുന്നിട്ടും ഒക്കെ ഓടിക്കേണ്ടി വരും അല്ലേ? അതെ, കുറച്ച്. ഇലക്ട്രിക് ബൈക്കുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിച്ചിട്ടുണ്ടോ? സ്കൂട്ടറിനെ ഓടിച്ചിട്ടുണ്ട്, മറ്റേ ഓലയുടെ സ്കൂട്ടർ ഓടിച്ചു. അതിനും ഇതേ ഇഷ്യൂ ആണോ തോന്നിയത്? നമ്മുടെ പെട്രോൾ ഹെഡ് എന്നുള്ള നിലയ്ക്ക് അല്ല, ഒരു പെട്രോൾ ഹെഡ് ആയതുകൊണ്ട് തന്നെ. അല്ല, അത് ഞാൻ ഫ്രണ്ടിന്റെ വണ്ടിയാണല്ലോ ഓടിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, അതിൽ ആ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല. കാരണം നമുക്ക് ചാർജ് ചെയ്യേണ്ട ആലോചിക്കേണ്ട. അല്ല ചോദിച്ചത്, ഇപ്പൊ ഈ പറഞ്ഞ പെട്രോൾ വണ്ടികൾ ഓടിച്ച് അതാണ് താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു ജീവനില്ലായ്മ തോന്നിയില്ല? ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ പൊതുവെ തോന്നാറുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഈ പെട്രോളും ഡീസലൊക്കെ ഓടിച്ച് ശീലിച്ചിട്ട് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഇതെന്താണ് ശബ്ദമില്ല, ബഹളമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അത് കാര്യമാണെങ്കിൽ ഈ വെഹിക്കിളിലും എഞ്ചിൻ സൗണ്ട് വളരെ. അപ്പോൾ എന്തായാലും ക്രെറ്റയുടെ കാര്യത്തിൽ എനിക്കറിയാം, ചോദിച്ചാൽ ഒരു കുറ്റം ആരും പറയില്ല. അത് കാരണം ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് ക്രെറ്റ. ക്രെറ്റയും ക്രെറ്റയുടെ സഹോദരൻ എന്ന് വിളിക്കുന്ന സെൽറ്റോസും രണ്ടും ഇന്ത്യയിലെ ഫാമിലികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ്. തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന SUV എന്ന് കുറേ വർഷങ്ങളായിട്ട് തന്നെ ക്രെറ്റയ്ക്കാണ് ആ ഒരു പേരുള്ളത്. അതുകൊണ്ട് തന്നെ മോശമല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പം പുതിയ വണ്ടിയായിട്ട് കാണാമെന്ന് പറയുന്നില്ല, അത് വിൻറ്റേജ് ആക്കിയിട്ട് വിടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതെ അതെ.
ശരി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഒരു ഹ്യുണ്ടായി ക്രെറ്റ ഉടമയാണെങ്കിൽ ഇനി ഒരു വെർണയുടെ ഉടമയാണ് കാണുന്നത്. ഈ വെർണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫീച്ചർ റിച്ച് എന്നാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് ഏറ്റവും പുതിയ വെർണ അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ഷേപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പഴയതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. പേര് ദീപു. എന്ത് ചെയ്തു ദീപു? സൗണ്ട് എഞ്ചിനീയർ. അത് ശരി. എവിടെ? എനിക്ക് സ്റ്റുഡിയോ ഉണ്ട് ചെമ്പൂരിൽ. ശരി. എന്താ പേര്? എൻ്റെ വോക്ക്മാൻ സ്റ്റുഡിയോ. വോക്ക്മാൻ. ശരി. അപ്പോൾ സിനിമയുടെ ഒക്കെ ഒക്കെയാണോ ചെയ്യുന്നത്? സീരിയൽ, വെബ് സീരീസ്. ശരി. അടുത്ത കാലത്ത് ഏതാ സിനിമ ചെയ്തത്? തമിഴാണ് കൂടുതലും ചെയ്യുന്നത്. തമിഴ് ടു മലയാളം, തെലുങ്ക് ടു മലയാളം. ഓക്കെ. ഡബിങ് സാധനങ്ങളൊക്കെ അല്ലേ? ഓക്കെ. വോക്ക്മാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചു. അപ്പം ഈ വോക്ക്മാൻ ആയതുകൊണ്ട് തന്നെ അധികം യാത്ര ഉണ്ടോ? അതോ യാത്ര വർക്കിന്റെ ഭാഗമായിട്ടില്ല, അല്ലാത്ത യാത്ര ഫാമിലി ആയിട്ടൊക്കെ. ഇപ്പം എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോ എടുത്തിട്ട് 1 മാസം കഴിഞ്ഞുള്ളൂ. ഒരു മാസം കഴിഞ്ഞുള്ളൂ. ശരി. ഈ 1 മാസം കഴിഞ്ഞുള്ളെങ്കിൽ ഇഷ്ടംപോലെ സെഡാനുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത് സ്കോഡയുടെയും ഫോക്സ്വാഗണിൻ്റെ ഒക്കെ സെഡാനുകളൊക്കെയാണ്. എന്തുകൊണ്ടാണ് വെർണയിലേക്ക് എത്തിയത്? ഞാൻ 2 നോക്കിയായിരുന്നു. വെർട്ടസ് നോക്കിയായിരുന്നു, ഇത് സ്ലാവിയ നോക്കിയായിരുന്നു. ഞാൻ പിന്നെ ഓട്ടോമാറ്റിക് പ്രൈസ് റേഞ്ചും ഫീച്ചേഴ്സും എല്ലാം കൂടെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇതാണ്. എത്ര ഇതിന് ഓൺ റോഡ്? ഇതിനിപ്പോൾ 15-40. 15-40. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ബേസ് ആണ്, എസ് സീരീസ്. അപ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്രെറ്റയുടെ ഓണറോടും ചോദിച്ചതാണ്. ഹ്യുണ്ടായുടെ പെട്രോളിന് മൈലേജ് കുറവാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എന്താണ് ഇത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് നെക്സോൺ ആയിരുന്നു. നെക്സോൺ ഓട്ടോമാറ്റിക് പെട്രോൾ ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൂടുതൽ മൈലേജ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ശരി. അപ്പം ഈ പറഞ്ഞ പോലെ പല വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. എന്താണ് ഇതിൽ ആകർഷിച്ച ഒരു ഘടകം? മറ്റേ വിലയല്ലാതെ എന്താണ്? എനിക്ക് സെഡാൻ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ ഈ കൂപ്പേ ഡിസൈൻ എനിക്ക് തോന്നുന്നു ഇതിന് മാത്രമേ ഉള്ളൂ. ശരി. ശരി. ഒരു ഏകദേശം ഒരു കൂപ്പേ മോഡൽ, ബാക്കിയൊക്കെ ഒരു സെഡാൻ ഇതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു. സൈഡ് പ്രൊഫൈലും ബാക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ചില സമയത്ത് എനിക്ക് ഫ്രണ്ടിലൊരു ചെറിയൊരു ചൈനീസ് ലുക്ക് ഉണ്ട്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ? എനിക്ക് ഡ്രൈവിംഗ് കംഫർട്ടും ഡിസൈനാണ് കൂടുതലും. അതെ. എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ എന്താണ്? നെഗറ്റീവ് പറയാണ്ട് ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ട് കുറവാന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയാം, ഞാനങ്ങനെ ഇരുന്നിട്ടില്ല. അത് ലെഗ് സ്പേസ് ആണോ ഹെഡ് സ്പേസ് ആണോ അതോ എന്തെങ്കിലും? സീറ്റിംഗ് പൊസിഷന്റെ ആണ്. പിന്നെ ഭയങ്കരമായിട്ട് കട്ടറൊക്കെ ചാടുമ്പോൾ അറിയുന്നുണ്ടെന്ന്. സസ്പെൻഷൻ ബാക്കിൽ പോരാന്നാണ്. എനിക്ക് അറിയില്ല, ഇങ്ങനെ ഇരുന്ന് പറയുന്നു. ബാക്കി ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെയോ? ഇതിപ്പോ ബേസ് മോഡലാ, കുഴപ്പമില്ല, തെറ്റില്ലാത്ത ആണല്ലേ. സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് മ്യൂസിക് സിസ്റ്റം അങ്ങനെ ഉണ്ട്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ടോപ്പ് വേരിയന്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബോസിന്റെ ആണ്. ഇത് ഹ്യുണ്ടായുടെ തന്നെ എന്തോ അത് തന്നെയാണ് കുറഞ്ഞത്. ഇപ്പോൾ 1 മാസം ആയുള്ളൂ എന്നുള്ളതുകൊണ്ട് സർവീസിന്റെ ഒന്നും അതിലേക്ക് പോയിട്ടില്ല. ഈ നെക്സോണിന്റെ കാര്യത്തിൽ നെക്സോണിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഹാപ്പി സർവീസ് എല്ലാവരും പറയും നെഗറ്റീവ്. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പക്ഷെ മൈലേജും മൊത്തം ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലിവറിലൊക്കെ ചെറിയ റെസ്റ്റ് ഒക്കെ വന്നു. അങ്ങനെ കുറച്ച്. എത്ര കാലം ഉപയോഗിച്ചു? അതൊരു 1.5 വർഷം ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. ശരി. വിറ്റപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു? റീസെയിൽ വാല്യൂ കുറവായിരുന്നു. ആണല്ലേ? ഞാൻ കാസ് 24 വിറ്റ്. ഏകദേശം ഒരു 2-2.5 രൂപ അടുത്ത് നഷ്ടം വന്നു 1.5 വർഷം ഉപയോഗിച്ചപ്പോൾ തന്നെ. ശരി. പിന്നെ കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്രോൾ അടിക്കണം, EMI അടക്കണം, എല്ലാം. ഇതിനായിരുന്നു EMI മോശമൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തോ അടക്കുമ്പോ ഒരു തൃപ്തി ഉണ്ട്. എനിക്ക് ആ തൃപ്തി കിട്ടില്ല. ശരി. അപ്പൊ ഇത് വാങ്ങിച്ച സമയത്തൊക്കെ ഇലക്ട്രിക് കാറുകൾ ധാരാളം ഉള്ളൊരു കാലമാണല്ലോ. എന്തുകൊണ്ടാണ് അത് ചിന്തിക്കായിരുന്നത്? കാരണം അധികം ഓട്ടോ ഇല്ലാത്ത ആളാണ്. എന്നാൽ എനിക്ക് ഇലക്ട്രിക്കിനുള്ള ഓട്ടോ ഇല്ല. എനിക്ക് ഭയങ്കര റയറായിട്ട്. പിന്നെ എനിക്ക് എന്തോ ഇലക്ട്രിക്കിനോടൊരു മൊത്തത്തിൽ ആൾക്കാരുടെ ഒപ്പീനിയൻ എല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഒന്നും വേണ്ടായിരുന്നു. അല്ല പിന്നെ കൂടിയ ഇലക്ട്രിക് എടുക്കണം, മാത്രം നമുക്ക് ബഡ്ജറ്റ് ഇല്ല. വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഈ ഒരു വലിപ്പം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടോ സിറ്റിയിലൊക്കെ? ഇത് അത്യാവശ്യം നീളവും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ ഫീൽ ചെയ്തായിരുന്നു, പക്ഷെ ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. നീളമൊന്നും അങ്ങനെ നമ്മൾ ബോധേഡാവുന്നില്ല ഓടിക്കുന്നു. പ്രത്യേകിച്ച് ചെമ്പുമുക്കിലെ കൂടെ ഒക്കെ സ്ഥിരം ബ്ലോക്കും സ്ഥലമാണല്ലോ. അതെ, അങ്ങനെ നമ്മൾ ബോധേഡാവുന്നില്ല. ഈ ലോങ് ഡ്രൈവ് പോയോ ഒരു മാസത്തിനുള്ളിൽ? ഇല്ല, വലിയ റോങ് ഒന്നും പോയിട്ടില്ല. 70-80 കിലോമീറ്റർ ഒക്കെ. ഈ സെഡാനുകൾ പലരും ഇപ്പം മടിച്ചു നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ബമ്പുകൾ സംഭവം അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സിറ്റിയിൽ തട്ടുന്നുണ്ടോ? ഇതുവരെയും തട്ടിയിട്ടില്ല. പിന്നെ തട്ടുന്നുള്ള ഒരു പേടി വെച്ചാ ഓടിക്കുന്നത്, അതായിരിക്കും ചിലപ്പോൾ. തട്ടിയിട്ടില്ല, പക്ഷെ ഇതുവരെയും തട്ടിയിട്ടില്ല. ശരി, ആ പ്രശ്നമില്ല. ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡ് അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഈ പഴയ വെർണയുടെ കാര്യത്തിൽ പ്രധാന പ്രശ്നം ഇതായിരുന്നു, സസ്പെൻഷൻ ഇതിൽ സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എപ്പോൾ ബമ്പി അടിയാലും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സെഡാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെഡാൻ വണ്ടികൾ. അങ്ങനെയാണ് പിന്നെ കൂടുതലും സെഡാൻ എടുത്തത്. അപ്പോൾ ഇത് ദീർഘകാലം ഓടിക്കാൻ തന്നെയാണോ പരിപാടി? അറിയില്ല, കാരണം 1.5 വർഷം കൊണ്ട് മറ്റേ വിറ്റല്ലോ, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് മാറി. ശരി. അടുത്ത കാലത്ത് കണ്ടതിൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാം എന്ന് തോന്നിയൊരു വണ്ടി ഏതാ?
എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് സിവിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയാണ്. പുതിയ ഇലക്ട്രിക് കാറുകളുടെ രൂപത്തെ പറ്റി എനിക്ക് BYD ഭയങ്കര ഇഷ്ടപ്പെട്ടു. BYD ഇലക്ട്രിക്. ഇപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ വരുന്ന സിനിമ അല്ലെങ്കിൽ സീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇലക്ട്രിക്കിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ഇലക്ട്രിക്കിലേക്ക് മാറി. പിന്നെ ഹൈബ്രിഡ്, ഹൈക്രോസ് ഒക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും SUV കാറ്റഗറിയിലേക്ക് മാറി. അതാണ് പോകുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ സഡാനിലേക്ക് ഇപ്പൊ അങ്ങനെ പൊതുവെ ആരും അങ്ങനെ പോകാറില്ല. എല്ലാവരും കൈലാക്ക്, കുഷാക്ക്, ഇപ്പൊ പുതിയ വെന്യൂ ഇതിലേക്കൊക്കെ ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇപ്പൊ ഒരു മാറ്റം ഉണ്ടായാൽ SUV-ലേക്ക് ആയിരിക്കുമോ? ഇല്ല, ഞാൻ സെഡാൻ തന്നെ ആയിരിക്കും. അല്ല പിന്നെ ഞാൻ വല്ല താർ അങ്ങനെയുള്ള ഒരു ഓഫ് റോഡറിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വെർണയുടെ കാര്യത്തിൽ പലരും മടിച്ച് നിൽക്കുന്നുണ്ട്. വെർണയുടെ കാര്യത്തിൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് പോലുള്ള കാര്യങ്ങൾ, മൈലേജ്, അതൊക്കെ എല്ലാവർക്കും ഒരു കൺസേൺ ആണ്. അതെ. എങ്കിലും 15 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ ഇത്രയും മോശമല്ലാത്ത ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം എന്ന് പറയുന്നത് മോശമല്ല അല്ലേ? സെഡാൻ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ഇതായിരിക്കും. സിറ്റി നോക്കിയാലും ഓട്ടോമാറ്റിക് പോകുമ്പോൾ 17 സ്ലാവി ആണേലും വരും. എല്ലാത്തിനും ആ റേഞ്ച് വരുന്നുണ്ട്. ശരിയാ. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചും പുതിയ അറിവുണ്ട്. ഞാൻ എൻ്റെ വില അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. 15 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് പെട്രോൾ കിട്ടുമെന്ന് പറയുന്നത് മോശമല്ലാത്തൊരു കാര്യമാണ്. അല്ലേ? ഇത് S സീരീസ് ബേസ് ആണ്. എന്നാലും ബേസിൽ സൺറൂഫ്, സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് ഉണ്ട്. മറ്റേ സൺറൂഫ് വേരിയന്റ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ്. ശരി കേട്ടോ. അതെനിക്ക് ഒരു പുതിയ അറിവാണ്. ഞാനിപ്പോൾ വളരെ കാലം ഇതൊക്കെ ഓടിച്ചിട്ട് ഈ വെർണയൊക്കെ പണ്ട് ടെസ്റ്റ് ഡ്രൈവ്, മീഡിയ ഡ്രൈവിനൊക്കെ ഓടിച്ചിട്ടേ ഇല്ല. എന്തായാലും നല്ലൊരു ഫീഡ്ബാക്കാണ്. ഇനി വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ആയിരിക്കും അല്ലെ? ഇതിനെ സംബന്ധിച്ചും വെർണയ്ക്കൊന്നും കാര്യമായ റീസെയിൽ വാല്യൂ ഉണ്ടാവും. സെഡാനിന് പൊതുവെ റീസെയിൽ വാല്യൂ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം എന്തെങ്കിലും സ്റ്റുഡിയോ വരാം. താങ്ക് യു. അപ്പോൾ എനിക്ക് ടാറ്റയുടെ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു കർവ്. പക്ഷേ കർവ് അധികം റോഡിൽ കാണാറില്ല. എനിക്ക് തോന്നിയത്, അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് മഹീന്ദ്രയുടെ 2 EV-കൾ ആ സമയത്താണ് വന്നത്. കർവിൻ്റെ EV ആയിരുന്നു ആ സമയത്തിന് ഓടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഭാവത്തിൽ മുങ്ങിപ്പോയ ഒരു വാഹനമായിട്ടാണ് ഈ കർവിനെ പറ്റി തോന്നിയിരിക്കുന്നത്. കർവ് ഓടിക്കുന്ന അധികം പേരൊന്നും കണ്ടിട്ടുമില്ല. ഏതായാലും നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കർവിൻ്റെ ഓണറിനെയാണ്. എങ്ങനെയുണ്ട് കർവ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര്? സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോട്ടയത്താണ്. അതെ, ഞാൻ ചോദിക്കാൻ വരുന്നത്. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് കുമാരനെല്ലൂർ. എന്താ ചെയ്യുന്നത്? ഞാൻ അമ്പലത്തിലാണ്, തന്ത്രിയാണ്. ശരി. കുറെ അമ്പലങ്ങളിൽ. ശരി. ഈ തന്ത്രിയും ശാന്തിയായിട്ടുള്ള എന്താ വ്യത്യാസം? തന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്രിയാണ് അതിൽ അമ്പലത്തിലെ ഏറ്റവും സുപ്രീം പ്രീസ്റ്റ് എന്ന് പറയുന്നത്. തന്ത്രിയാണ് ഈ പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മേൽശാന്തി അവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ്. അപ്പോൾ പല അമ്പലങ്ങളും ഒരു തന്ത്രിയുടെ കീഴിൽ വരും. അതെ. ഇപ്പൊ എനിക്കിപ്പോ കുമാരനെല്ലൂരുണ്ട്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അങ്ങനെ കുറെ അമ്പലങ്ങൾ. ശരി. അപ്പൊ അത് ഡെയിലി അവിടെ പോകേണ്ട കാര്യം? വേണ്ട. അതിന്റെ അവിടെ വിശേഷമായിട്ടുള്ള ദിവസങ്ങളിൽ മതി. ചില അമ്പലങ്ങളിൽ തന്ത്രി ദിവസം വേണം. അപ്പൊ ഇല്ലത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ശരി. അപ്പൊ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമുണ്ടോ തന്ത്രിമാർക്ക്? ഉണ്ടല്ലോ. ഉണ്ട്. ദേവസ്വം ബോർഡ് സ്റ്റാഫാണോ? സ്റ്റാഫ് അല്ല. അങ്ങനെ വല്ലാത്തൊരു ഇതാണല്ലേ? ശരി. എന്നാൽ ഒരു പൊതു ചോദ്യം ചോദിക്കട്ടെ. പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ്, ദൈവവിശ്വാസം കൂടുകയാണോ കുറയുകയാണോ? അത് എന്നെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത ചോദ്യമാണ്. മൈ പ്രൊഫഷൻ അത് എപ്പോഴും ഉണ്ടാവണം. എന്നെ സംബന്ധിച്ച് ഓരോ ദിവസവും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല വെച്ചാൽ പുതിയ ചെറുപ്പക്കാരുടെ ഇടയിൽ എന്താണ് തോന്നിയിരിക്കുന്നത്? സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മാറുന്നു എന്ന് വേണം പറയാൻ. അതെ. അല്ല, ഇപ്പോൾ വെളിയിലൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ദൈവവിശ്വാസം ഇല്ലാത്ത ചെറുപ്പക്കാരാണ് അധികവും വരുന്നത്. നമ്മുടെ നാട്ടിലും ആ രീതിയിൽ വരുന്നുണ്ടോ അതോ? കുറേയൊക്കെ അങ്ങനെ ഒരു മാറ്റം കാണുന്നുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും വിശ്വാസമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് അതിൽ ആ വിശ്വാസത്തിലേക്ക് എത്തണ്ടെന്നുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാൻ, നേരായ വഴി കാണിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദുത്വത്തിലില്ല. അതാണ് നല്ല വഴികളുണ്ട്, നല്ല വഴികൾ തേടി പോകുന്നില്ല എന്നുള്ളതാണ്. അത് തേടി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും പറ്റുന്നു. അപ്പോൾ ഈ കർവിന്റെ കാര്യത്തിൽ നല്ല വഴി തേടി എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും നല്ല വഴി എന്ന് പറഞ്ഞാൽ വളരെ സംശയത്തോട് കൂടിയിട്ട് വഴിയിലേക്ക് കയറിയതാ. അല്ല, ഈ കർവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിൽ വന്നത്? ഇത് ഏത് വേരിയന്റ് അത് ചോദിക്കാൻ പറ്റും? പെട്രോൾ ആണോ? ഇത് ഡീസൽ ക്രിയേറ്റീവ് പ്ലസ് എസ് ഓട്ടോമാറ്റിക്. കർവിലേക്ക് എത്താൻ എന്താ കാര്യം? കർവിലേക്ക് എത്താൻ ശരിക്കും ആദ്യം കർവ് അവർ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഒരു EV എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. MGയുടെ വണ്ടി ഞാൻ ബുക്ക് ചെയ്തു. അത് MGയുടെ വണ്ടി ബുക്ക് ചെയ്ത് ഞാൻ ഇല്ലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ്, അന്ന് രാത്രിയാണ് കർവ് അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്നു എന്ന്. എന്നാൽ ശരി, വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു നോക്കി. അപ്പോൾ EV വന്നു. EV അപ്പോഴത്തേക്ക് അടുത്ത വണ്ടികൾ ഇങ്ങനെ EV വരുന്നു. ശരി, വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. 1 കൊല്ലം മുമ്പത്തെ കഥയാണ്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റീസെൻ്റ് ആയിട്ട് ശരിക്കും ഞാൻ എക്കോസ്പോർട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല മൈലേജ്, കൈരളി ഫോർഡിൻ്റെ നല്ല സർവീസ് ഒക്കെ കിട്ടുന്ന നല്ല വണ്ടി. പക്ഷേ എൻ്റെ ഇടത്തെ മുട്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാനുവൽ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട് നല്ലോണം. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തായാലും വേണം ഒരു വീടാണ്. അപ്പോൾ ഞാൻ EV എടുക്കാമെന്ന് ആദ്യം ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ EV ഒക്കെ ആദ്യം ഞാൻ മറ്റേ B6 XC9 ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എല്ലാം കൂടി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല എന്നുള്ള കാര്യം തീരുമാനം. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഞാൻ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒതുങ്ങുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ കർവ് ആദ്യം മുതൽ തന്നെ എൻ്റെ ആ ഒരു കൂപ്പേ ഡിസൈൻ ഐ ഷോ ഇൻ യുവർ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അമ്മാത്തുനിന്ന് പുറപ്പെട്ടു ഇല്ല തെറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ഞങ്ങൾ നമ്പൂരിമാരുടെ ഒരു ഭാഷയാണ്. ഒരു കർവിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സെയിം ഞാൻ പറയാം. അങ്ങനെ അതെ 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 ആ ഡിസൈൻ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ശരിക്കും B6-ഉം XC9 എനിക്ക് ആ ഡിസൈൻ തന്നെയാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനത് പോയി കണ്ടു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്നാണ് ഈ വണ്ടി എടുത്തത്. പാലക്കാട് KVR എന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ അവിടെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ വണ്ടി മാറുന്ന കാര്യമൊക്കെ സംസാരിച്ചു. യെസ്, നമുക്ക് പാലക്കാട് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തു. പറഞ്ഞതിനെക്കാട്ടിലും പെട്ടെന്ന് വണ്ടി എനിക്ക് കിട്ടി. അപ്പോൾ കർവ് ഓടിച്ച് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അവിടെ ചെന്നിട്ടാണ്. ശരി. ആകെ ഒരു റിവ്യൂ നോക്കി, നല്ലതായിട്ട് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഹിന്ദിക്കാർ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല റിവ്യൂസ് കാണുന്നുണ്ട്, എന്തായാലും നോക്കാം. പക്ഷേ വണ്ടി ഓടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അയാൾ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ അയാളും ഞാനും കൂടെ ഇവിടെ എറണാകുളത്ത് വന്നാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഗോകുലത്തിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അയാൾക്കും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അയാൾ വോൾവോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ എന്തായാലും അതെ ഓട്ടോമാറ്റിക് അല്ലേ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ശരി, ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ പാലക്കാട് വെച്ചാണ് ബുക്ക് ചെയ്തതെന്ന് മാത്രം. അവിടുന്ന് വേഗം വണ്ടി കിട്ടി. പിന്നെ ഞാൻ അവിടുന്ന് ആദ്യത്തെ ഒരു ഓടിക്കലെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ മാനുവൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഓട്ടോമാറ്റിക്കൽ അതും DCA വണ്ടിയായിരുന്നു. അത് നല്ല സമയം എടുത്താണ് പാലക്കാട് നിന്ന് ഇവിടെ വന്നത്. പക്ഷെ വണ്ടിയൊക്കെ ഓക്കെയാണ്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് സർവീസ് പിന്നെ ലെക്സോണിലാണ്, കോട്ടയത്ത് ലെക്സോണിലാണ്. എത്ര രൂപയായി എടുത്തപ്പോൾ ഓൺ റോഡ്? നിയർ ടു 20 lakhs. 20. സർവീസ് ഇപ്പോൾ എത്ര എണ്ണം കഴിഞ്ഞു? ഒരു സർവീസ് കഴിഞ്ഞു. അത് ഫ്രീ സർവീസ് ആയിരിക്കുമല്ലോ? അത് ഫ്രീ സർവീസ്. അത് KVR-ൽ അവരുടെ ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചുള്ള നെഗറ്റീവ് റിവ്യൂസാണ്. അത് ശരിക്കും ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ KVR-ൽ, പാലക്കാട് KVR-ൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വളരെ വളരെ ഹാപ്പി ആയിട്ട് ഉള്ളൊരു സർവീസാണ് എനിക്ക് അവരുടെ സെയിൽസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ അവരുടെ സർവീസിൻ്റെ അവരുടെ സർവീസ് സെൻ്ററൊക്കെ ഞാൻ പോയി കണ്ടു. ദ ബെസ്റ്റാണ്. അത് എന്താ പറയണ്ടേ, നല്ല മാൻ പവറും എക്യുപ്മെൻസും എല്ലാം ഉള്ള നല്ലൊരു സർവീസ് സെൻ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ലെക്സോണിൽ ഞാൻ ഫസ്റ്റ് സർവീസിന് ഇത് ആദ്യം വന്ന സമയത്ത് ചെറിയ 1-2 സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് ലെക്സോണിൽ ചെന്നു. അവിടെ ചെന്ന് പോയി കോട്ടയത്തെ ലെക്സോണിൽ ഏറ്റുമാനൂർ ആ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പോകുന്നത്. ഒരു ടാറ്റയുടെ വേർസ്റ്റ് എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെയല്ല കേട്ടോ. ലെക്സോണിൽ നല്ല ഒരു എക്സ്പീരിയൻസ് അവിടെ കിട്ടി. അവർ വന്നപ്പോൾ തന്നെ ഒരു ചിരിയോട് കൂടിയിട്ട് നമുക്ക് ഏറ്റവും അതെ. അപ്പോൾ ആ ഒരു ചിരിയോട് കൂടിയിട്ട് അവർ വെൽക്കം ചെയ്തു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവരതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു, ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഗ്ലിച്ച്, സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ് തന്നെയാണ്, അതും കാണിച്ചിരുന്നു. അതും പെട്ടെന്ന് തന്നെ അവർ ശരിയാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ശരിയാക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ലെക്സോണിലേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ സർവീസിൻ്റെ ഹെഡിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടുന്ന് സർവീസിൻ്റെ ടീം വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വരണോ സാറേ, അതോ സാർ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും അതെ അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്, ഏറ്റുമാനൂർ പോകാനാണ്. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയാണ്, ശരി വന്നേക്കാമെന്ന് പറഞ്ഞു. അവർ വന്നു. പക്ഷേ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാറ്റയുടെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വണ്ടികൾ അവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്.
ഇപ്പോൾ ലെക്സോണിലാണെങ്കിലും KVR-ലാണെങ്കിലും ഞാൻ കണ്ട ഒരു കാര്യം അതാണ്. ശരിയാ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. അല്ല, പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊക്കെ ഒത്തിരി മാറി. തീർച്ചയായിട്ടും. ലെക്സോണൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ടാറ്റയുടെ സർവീസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഏകദേശം ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. സർവീസ് അവരുടെ ആൾക്കാരുടെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ലെക്സോണിലും അതെ, KVR-ലും അതെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അല്ലാതെ എന്തെങ്കിലും ഈ ടാറ്റയെ സംബന്ധിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹോൺ അടിക്കും. അത് ഭയങ്കര ശല്യമാണ്. അത് ഞാൻ KVR-ലെ സർവീസ് ഹെഡിനോടും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, ഇവരെല്ലാവരും മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറേ കസ്റ്റമേഴ്സ് ഈ സെയിം ഇഷ്യൂ പറയുന്നുണ്ട്. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല തന്ത്രിയാണെന്ന് പറഞ്ഞു, വെളുപ്പിനെ 4 മണിക്ക് 3 മണിക്കൊക്കെ പോകേണ്ടതാണ്, അല്ലെങ്കിൽ രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ ഇല്ലത്ത് കയറി വരുന്ന. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ചുറ്റും ഉണ്ടാവില്ല, വീടുകളൊക്കെ ഉണ്ടാവില്ല. ഡിക്കി തുറക്കണം എന്നുണ്ടെങ്കിൽ പകലാവാതെ പറ്റില്ല, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ആൾക്കാർ എണീക്കും. ഇല്ലത്തെ ബൂട്ട് തുറന്നു എന്നൊക്കെ ആൾക്കാർ പറയും. അതെ, അത് തന്നെ, എക്സാക്ട്ലി അത് തന്നെ പറയും. അല്ലെങ്കിൽ തിരുമേനി വന്നു അത് പറയും. അതൊരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് സ്പേസ് കുറവാണ്. ഇപ്പം എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. പിന്നെ ഈ ജയിലിൽ കയറുമ്പോൾ ഒരു പറയാമോ, തല കുനിച്ച് വേണം കയറാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ശ്രീകോവിൽ കയറുമ്പോൾ തല കുനിച്ച് വേണം എന്ന് പറയുന്നതല്ലേ, വണ്ടിയിലേക്ക് കയറുന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് വേണം കയറാൻ. ബഹുമാനിച്ച് കയറണം. അതെ. എന്താണ് മൈലേജ്, ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ മൈലേജ് എന്താണ്? മൈലേജ് ശരിക്കും ഞാൻ ഞെട്ടിച്ച് ഒരവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ ഒരു 2 ആഴ്ച മുമ്പ് എനിക്കന്ന് എടപ്പാൾ വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു കോട്ടയം നിന്ന്. ഞാൻ ഒരു 1500 രൂപയുടെ ഡീസൽ അടിച്ചു. അതായത് 100 to MT എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ അടിക്കുന്നത്. 375 കിലോമീറ്റർ ഞാൻ 1500 രൂപയുടെ ഡീസലെ പോയി വന്നു. അത് ശരി. അപ്പോൾ 20+ കിട്ടി. 20+ ഉണ്ട്. 20+ നല്ല മൈലേജാണ് ഓട്ടോമാറ്റിക്കിൽ. അതെ, ശരിയാണ്. നല്ല മൈലേജാണ്, ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ്. ഈ സിറ്റിയിലെ മൈലേജ് നോക്കിയിട്ടുണ്ടോ? സിറ്റി മൈലേജ് ഒരു 70-80, 60 to 80 അത് നോക്കിയാൽ മതി. ഞാൻ കോട്ടയം ടൗണിൽ തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പം കൂടുതൽ സമയത്ത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കാണിക്കാറ്. പക്ഷെ ഹൈവേയിലേക്ക് പോകുമ്പോൾ നല്ല സുഖമാണ്. ഈ ഹൈവേയിൽ ഇപ്പം ഫോർഡിന്റെ ഒരു അമേരിക്കൻ വണ്ടി ഓടിച്ചിരുന്ന ആണ് നേരെ ഇന്ത്യൻ വണ്ടിയിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് സ്റ്റെബിലിറ്റി, അത്തരം ഒരു സേഫ് ഫീലൊക്കെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ജിലേബിയാണോ നല്ല സ്വാദുള്ളത്, മൈസൂർ പാക്കാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും ഒരു മറുപടി പറയാം. ഫോർഡിൻ്റെ വണ്ടി മാറിയതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം മാറിയത്. 1 ലക്ഷം കിലോമീറ്റർ മാത്രമേ ആ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു. 2021 മോഡൽ. ആ വണ്ടി ഞാൻ മനസ്സുദ്ദേശിക്കുന്നിടത്ത് ആ വണ്ടി എനിക്ക് കൊണ്ടെടുത്താൽ മതി. ഇപ്പം ഈ വണ്ടി അത് പറ്റും. ആണല്ലേ? കാരണം ആ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ, അന്ന് പരിചയപ്പെട്ട് വരാനുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ അത് നല്ല ഹാൻഡ്ലിങ് ഫീല് തോന്നുന്നുണ്ട്. പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് ഫോർഡിൻ്റെ പോലെ തന്നെ നല്ല സ്റ്റേബിളാണ്, വണ്ടി സ്റ്റേബിളാണ്. എന്തുകൊണ്ട് ഇലക്ട്രിക് കാറിലേക്ക് പോകാറുന്നത്? ഇലക്ട്രിക് കാറ് സത്യം പറഞ്ഞ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, അതൊരു പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ഓട്ടം ഉള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ ചാർജ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് വരികയില്ല. ആ റേഞ്ച് ആങ്സൈറ്റി ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടികളെന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളാണ്. അത് ഇറ്റ്സ് ബിയോണ്ട് മൈ ലിമിറ്റ്. അത് ശരിക്കും ഒരു കൺസേൺ ആണ് അത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. അത് നല്ല മൈലേജും ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഐ എം വെരി മച്ച് ഹാപ്പി. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ 20 ലക്ഷം രൂപ മുടക്കി കർവിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുത്തോ എന്ന് തന്നെയാണ് പറയുന്നത്. 100% ആണല്ലേ? ശരി. ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുകയല്ല. ഗ്യാരണ്ടി കൊടുക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അത് ഒരു വർത്താണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ഈ പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അധികം കാണുന്നില്ല റോഡിൽ എന്നുള്ളതാണ്. പിന്നെയും കാണുന്ന EV ആണ്. IC വണ്ടികൾ വളരെ കുറവാണ് കാണുന്നത്. എൻ്റെ മെയിൻ കൺസേൺ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൂപ്പേ ഡിസൈൻ തന്നെ. അതെ. അപ്പോൾ ബസാൾട്ട് വന്നപ്പോഴൊക്കെ ആൾക്കാർ പണ്ട് BMW X6 തൊട്ടേ ജനം
ഇതെന്ത് ഷേപ്പെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഷേപ്പാണ്. പക്ഷേ ഈ BMW വണ്ടി 6 ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി നിന്നുള്ളൊരു ഷേപ്പ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടികൾ ഇഷ്ടമുള്ള ധാരാളം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പിൻഭാഗത്ത് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഹെഡ് സ്പേസിന്റെ ഇഷ്യൂ ഒന്നും ഇതിനകത്തില്ല. ഇല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ 6 അടി കൂടുതൽ പൊക്കമുള്ള അധികം ആൾക്കാരൊന്നും കേറുന്നില്ല. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ മഹീന്ദ്രയുടെ BE6 നോക്കിയാലും അതിലും നമ്മൾ ഇത്തിരി ഒന്ന് കുനിഞ്ഞു വേണം കയറാൻ. അതിനൊക്കെ ആ ഒരു സ്ലോപ്പിംഗ് റൂഫ് ഉണ്ട്, അതിനൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഒരു വലിയ സംഭവമല്ല. എന്തായാലും പറഞ്ഞ പോലെ വളരെ നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് എൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ടാറ്റയുടെ ഏറ്റവും മികച്ച വണ്ടി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കേട്ട ഒരു ഫീഡ്ബാക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി കുമാരനെല്ലൂരോ അമ്പലപ്പുഴയിലോ പാൽപ്പായസമൊക്കെ വിളിച്ചാൽ മതിയല്ലോ അല്ലേ? അങ്ങനെ വിളിച്ചാൽ അത് ബുദ്ധിമുട്ടാവും. ഇത് കാണുന്ന പലരും എന്നെ വിളിക്കും. അല്ല, ഞാൻ വിളിക്കുന്നവരെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. അത്ര വലിയ ശബ്ദം കേൾക്കും അല്ലേ? അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഡിസംബർ 31 വരെയാണ് നമുക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറോട്ട് കാണാം. ബൈ.